ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം ഏതാണെന്നറിയാം. അച്ഛനും അമ്മയും ജീവനോടുള്ള കാലഘട്ടം. അത് നഷ്ടപ്പെട്ടു പോയവരോട് ചോദിച്ചാലേ അത് മനസ്സിലാവും. നമ്മളെത്ര വലുതായാലും നമ്മുടെ പേരൻസ് ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ പേരൻസ്, ആ മനുഷ്യൻ അവിടുന്ന് മരിച്ചു പോകുമ്പോഴാണ് ആ ശൂന്യത നമുക്ക് അനുഭവപ്പെടും. ശരിക്കൊരു ശൂന്യത. ഫാദർ പോയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഈ പ്രകടിപ്പിക്കാത്ത സ്നേഹം സ്നേഹമല്ല എന്ന് പറയാം. 10-18 വയസ്സ് വരെ ഞാൻ ഈ ഉപ്പയെ ഒരു എന്തായാലും പറയുക, ഒരു ശത്രു പോലെയൊക്കെ കണ്ടിരുന്നത്. ഒരു ദിവസം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വൈകിട്ട് STD ബൂത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. STD ബൂത്ത് അന്ന് കോയിനിട്ട് വിളിക്കുന്ന ബൂത്തൊക്കെ. അപ്പോൾ ഞാൻ ദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ, രാത്രിയാണ് അവിടെ ഇരിക്കുന്നത്, പോകുമ്പോൾ വീട്ടിൽ ചെമ്മീൻ്റെ വട ഉണ്ടാക്കുന്നുണ്ട്. ഉമ്മ ഇങ്ങനെ ചെമ്മീൻ പൊരിക്കുന്നു, വട. അപ്പം ഞാനിങ്ങനെ ഇറങ്ങുമ്പോൾ ചെമ്മീൻ്റെ വടയല്ലേ, അത് കഴിക്കാൻ പറ്റൂല, എനിക്ക് പെട്ടെന്ന് പോകണം, ഇതിൻ്റെ സ്മെല്ലിങ്ങനെ പരക്കുള്ളൂ, പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി, കഴിക്കാതെ പോയി. ഞാൻ അറിഞ്ഞില്ല, ഫാദർ സൈഡിൽ റൂമിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആളിത് കേട്ടു. ഞാൻ ബൂത്തിലേക്ക് പോയി, ഞാനത് മറന്നു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത്, വീട്ടിൽ നിന്ന് 9 കിലോമീറ്റർ ഉണ്ട് പിന്നെ ബൂത്തിലേക്ക്, STD ബൂത്തിലേക്ക്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക്. ഞാൻ ഒരു 8 മണിയാകുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ഫാദർ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അവിടെ വന്നിട്ട് എൻ്റെ മുമ്പിൽ ചെമ്മീൻ്റെ വട, അത് ഇത്ര പോകുന്നൊരു പീസ്, അത്രേ ഉള്ളൂ, ആകെ 2-3 ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത്ര പോകുന്നൊരു പീസ് ഒരു ഇലയിൽ ഇങ്ങനെ മടക്കിയിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ വെച്ച്, ആൾ ഒരക്ഷരം പോലും പറയാതെ ആ വണ്ടിയിൽ കയറിപ്പോയി. ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ പുറത്തേക്ക് വന്നു. അതായത് 18 വർഷം കിട്ടാത്ത സ്നേഹത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആ ഒരൊറ്റ പ്രവൃത്തിയിൽ ഞാൻ മറന്നു.